കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പുഷ്പരഥോത്സവത്തിന് വന്നതാണ്. അപ്പോൾ ഞാൻ ശബ്ദം നൽകുന്നത്, എനിക്ക് നല്ല ജലദോഷമുണ്ട്. അപ്പോൾ ഇത് ബാലമുരളി ക്ഷേത്രമാണ്, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ളത്. അപ്പോൾ ക്ഷേത്രത്തിലെ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പുഷ്പരഥോത്സവത്തിൽ പുഷ്പങ്ങൾ വിതറിയ റോട്ടിൽ കണ്ട, ഈ റോട്ടിലാണ് റോസാപ്പൂ വിതറിയത്. ഒരു വലിയൊരു ലോറിയിൽ വന്നിട്ടാണ് റോസാപ്പൂ വിതറിയത്. ഈ റോസാപ്പൂ വിതറിയ സ്ഥലത്തൊക്കെയാണ് ബ്രഹ്മരഥത്തിലേറിയ മൂകാംബിക അമ്മയാണ് ഇവിടെ രഥം നടന്നു നീങ്ങിയത്. ഇത് രാവിലെ 11:30 ഒരു ചെറിയൊരു രഥം എന്താ പറയുക ചലനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് വൈകുന്നേരം 5 മണിക്ക് ബ്രഹ്മരഥത്തിലേറിയ മൂകാംബിക അമ്മയെ ഉലകമണ്ഡലത്തിലേക്ക് ആനയിച്ചു. അവിടെ നിന്ന് തിരിച്ചു തിരുസന്നിധിയിലെത്തിക്കുകയാണ് ചെയ്തത്. ഒരൊറ്റ കയറും ഒരു മുളയും വെച്ച് കെട്ടിയ ഒരു വലിയൊരു രഥം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിരവധി പേര് പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും അമ്മയെ രഥോത്സവത്തിൽ പങ്കെടുത്ത് അങ്ങനെ ഞങ്ങൾ രാത്രി വീണ്ടും കുളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മയെ കാണാൻ വീണ്ടും വന്നു. അതിനുശേഷം നമ്മൾ മടങ്ങുന്നതാണ്. അപ്പോൾ ആൾക്കാരൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് ഇവിടെ നമുക്ക് നിൽക്കാൻ വരെ സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്രമാത്രം ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ ശബ്ദം നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല.